അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി ഈ പ്രഭാത ജാഗരണ ശുശ്രൂഷയുമായി നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ സർവകൃപാലുവായ ദൈവം നൽകിയ നല്ല അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൂരത്തെ ചാർത്തുമായി ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാ മാന്യരായ ദൈവമക്കൾക്കും ധന്യനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ളതായ സ്നേഹങ്ങളെ ആമുഖമായിട്ട് അറിയിക്കട്ടെ. ഇത് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ വലിയ മാറ്റത്തിലേക്ക് നിങ്ങളെ നയിക്കുവാൻ ഇടയായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് നമുക്ക് വായിച്ചു കേൾപ്പാനുള്ളത് ആരോഗ്യത്തിന് പ്രകൃതി നിയമങ്ങൾ അനുസരിക്കുക. അതിന്റെ മനപ്പാഠവാക്യം തന്നിരിക്കുന്നത് ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്, വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കാം. 1 തിമോഥെയോസ് 4:12. നമുക്കറിയാം, 1000-ൽ ഒരാൾ പോലും വിവാഹിതരോ അവിവാഹിതരോ ആയാലും ശീലങ്ങളിലെ വിശുദ്ധിയുടെ പ്രാധാന്യവും ശരീരത്തിന്റെ ശുചിത്വവും ചിന്തകളുടെ നിർമ്മലതയും സംരക്ഷിക്കാൻ തിരിച്ചറിയുന്നവരായില്ല. പ്രകൃതി നിയമങ്ങളോടുള്ള അനുസരണക്കേടും ജീവന്റെയും മരണത്തിന്റെയും നിയമങ്ങളുടെ അവഗണനയും രോഗത്തിലും മരണത്തിലും നിശ്ചയമായും കൊണ്ടെത്തിക്കും. ദൈവത്തെ, നമ്മെ വീണ്ടെടുത്ത ദൈവത്തെ ആദരിക്കേണ്ടതിന് നാം അധിവസിക്കുന്ന ഭവനത്തെ നാം സാക്ഷീകരിക്കണം. ജീവിത യന്ത്രത്തെ, നമ്മുടെ പ്രാണനും ശരീരവും ആത്മാവും എങ്ങനെ ദൈവത്തിനായി സമർപ്പിക്കണമെന്ന് നാം അറിയേണ്ടതുണ്ട്. നമുക്കറിയാം, ഇന്ന് പ്രകൃതിയുടേതായ ഇന്ന് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുവാൻ പലപ്പോഴും മനുഷ്യൻ അല്ലെങ്കിൽ മാധ്യമങ്ങൾ, ഇതിന്റെ എല്ലാം പ്രധാന കാരണം മാധ്യമങ്ങളാണ്. കാരണം മനുഷ്യനെ തെറ്റായ ദിശയിലേക്ക് നയിക്കുന്ന ഒരു തെറ്റായ ആവിഷ്കരണ രീതി അവലംബിക്കുന്നത് നമ്മുടെ മാധ്യമങ്ങളാണ്. കാരണം ഇന്ന് മനുഷ്യൻ എല്ലാ നിലയിലും മറ്റ് അലോപ്പതി മരുന്നുകൾക്കൊക്കെ വിധേയപ്പെട്ടുകൊണ്ട് ഏത് രീതിയിലും രോഗമില്ലാത്ത ഒരവസ്ഥയിൽ നിന്ന് വീണ്ടെടുപ്പ് പ്രാപിക്കുവാൻ മനുഷ്യൻ ശ്രമിക്കുന്നതായി കാണുവാൻ കൊണ്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, മനുഷ്യ രോഗത്തെ മാറ്റുവാൻ ഇന്നത്തെ മെഡിസിന് സാധ്യമാകുകയില്ല. കാരണം ഇന്ന് രോഗികളാൽ നിറയപ്പെട്ടതായ ഒരു ഭാരതമാണ് നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തി ഉണ്ടാകുകയില്ല. കാരണം അനേക രോഗികളെ അവിടെയും എവിടെയും ഒക്കെ കാണുവാൻ കൊണ്ട് സാധിക്കും. എന്നാൽ എന്താണ് ഈ രോഗങ്ങളുടെ കാരണമെന്ന് നാം ചിന്തിക്കുമ്പോൾ അതിന്റെ പ്രധാന കാരണം മനുഷ്യൻ പാലിക്കേണ്ടതായ ആരോഗ്യപരമായ പല കാര്യങ്ങളും നാം പാലിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കൊണ്ട് സാധിക്കും. ആയതുകൊണ്ട് പ്രകൃതി നിയമങ്ങൾ നമുക്ക് ആവശ്യമാണ്. നമുക്കറിയാം, സാധാരണയായി ഹെൽത്ത് ടിപ്സ് ഒക്കെ പഠിപ്പിക്കുമ്പോൾ അവർ പറയാറുള്ള ഒരു കാര്യമാണ് ധാരാളമായി വെള്ളം കുടിക്കണം, ആരോഗ്യം സംരക്ഷിക്കണം, എക്സസൈസ് ചെയ്യണം, പല രീതിയിലുള്ളതായ ഉപദേശങ്ങൾ പറയാറുണ്ട്. ഇന്നത്തെ ഈ ലൗകിക ലോകത്തിൽ മനുഷ്യൻ അതിനൊന്നും ചെവി കൊടുക്കാതെ ഏതെങ്കിലും ദുഷ്കർമ്മ മാർഗങ്ങളിലൂടെ കടന്നു പോകുന്നതായ ഒരു സാഹചര്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ ആരോഗ്യത്തെ വീണ്ടെടുക്കുക എന്നുള്ളതായ ഒരു വലിയ ലക്ഷ്യം നമ്മുടെ മുമ്പിൽ ദൈവവും തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താങ്ങാങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? നമ്മുടെ ശരീരം ദൈവത്തിന് വിലപ്പെട്ടതാണ്. അതിനെ മോശമായ നിലയിൽ തച്ചുടയ്ക്കുവാനായിട്ടുള്ളതല്ല, അതിനെ പരീക്ഷിക്കുവാനായിട്ടുള്ളതാണ്. അതിനെ പരീക്ഷിക്കേണ്ടതായ ഉത്തരവാദിത്വം നാം നിറവേറ്റുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതമാകമാനം താറുമാറായി മാറുവാൻ കാരണമായി തീരും. തിരുവെഴുത്തുകൾ ഇക്കാര്യത്തിൽ വേണ്ടത്ര വെളിച്ചം നൽകുന്നുണ്ടെങ്കിലും ദാനിയേൽ, ശദ്രക്ക, മേശക്ക, അബേദ്നെഗോ എന്നിവരുടെ പാഠം നമുക്കുണ്ടെങ്കിലും ആരോഗ്യകരമായ ഭക്ഷണത്തിന്റെ ഫലം അറിയുന്നെങ്കിലും ദൈവത്തിന്റെ ആത്മപ്രേരിതമായ പാഠങ്ങൾക്ക് യാതൊരു പരിഗണനയും നൽകുന്നില്ല. ജനങ്ങളുടെ ഭക്ഷണശീലങ്ങൾ പൊതുവെ അവഗണിക്കപ്പെടുന്നു. പുകയില, മദ്യം,
മാംസാഹാരത്തിന്റെ ഉപയോഗം എന്നിവ വർദ്ധിച്ച് വരുന്നതേ ഉള്ളൂ. ആയതുകൊണ്ട് നാം ശരിയായ ദിശയിൽ നമ്മുടെ ആരോഗ്യത്തെ പരീക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന് നമ്മിൽ വസിക്കുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ അതിനെ മോശമായ ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ടും മോശമായ ലഹരിയ പാനീയങ്ങൾ കൊണ്ടും അതിനെ താറുമാറാക്കുവാനായിട്ടുള്ളതല്ല, അതിനെ പരീക്ഷിക്കുവാനായിട്ടുള്ളതാണ്. ആയതുകൊണ്ട് നമ്മുടെ ശരീരം ദൈവത്തിന്റെ ദാനമാണെന്ന് അറിഞ്ഞുകൊണ്ട് ശരിയായ നിലയിലുള്ളതായ ഒരു ശരിയായ അഭ്യാസനം ജീവിതത്തിൽ പ്രാപിച്ച് മുന്നേറേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ദൈവ നിയമത്തിന്റെ ലംഘനം തന്നെയാണ് ശാരീരിക നിയമത്തിന്റെ ലംഘനവും. യേശു ക്രിസ്തുവാണ് നമ്മുടെ സൃഷ്ടാവ്, അവിടുന്നാണ് നമ്മുടെ ആവിഷ്കാരകൻ, രചയിതാവ്, അവിടുന്നാണ് മനുഷ്യ ശരീരത്തിന്റെ സൃഷ്ടാവ്. ക്രിസ്തു തന്നെയാണ് ധാർമ്മിക നിയമത്തിന്റെ എന്ന പോലെ ശരീര സംബന്ധമായ നിയമങ്ങളുടെയും രചയിതാവ്. ശാരീരിക ജീവനും ആരോഗ്യവും സംബന്ധിച്ച ശീലങ്ങളുടെയും പരാജയങ്ങളുടെയും കാര്യത്തിൽ അശ്രദ്ധരും ലക്കട്ടവരുമായ എല്ലാ മനുഷ്യരും ദൈവത്തിനെതിരായി പാപം ചെയ്യുകയാണ്. ഇവിടെ ഒരു പുസ്തകം കൊടുത്തിട്ടുണ്ട്, ദ കെയറസ് കളക്ഷൻ എന്ന പുസ്തകത്തിൽ 45-46 പേജുകളിൽ ഇതിനെക്കുറിച്ച് ആധികാരികമായി പറയുന്നുണ്ട്. ആയതുകൊണ്ട് നമ്മുടെ ശരീരങ്ങളെ ശരിയായ നിലയിൽ സംരക്ഷിക്കുവാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ ദൈവസന്നിധിയിൽ കടന്നു പോകുവാൻ കൊണ്ട് നമുക്ക് സാധ്യമാകുകയില്ല. ആയതുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി തീരുവാൻ, അതേ വേദപുസ്തകം പറയുന്നു, അവനവൻ ശരീരത്തിൽ വസിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. നമ്മുടെ ശരീരങ്ങളെ പരീക്ഷിച്ചുകൊണ്ട് വീണ്ടെടുത്തുകൊണ്ട് പാപത്തിന്റെ അധാർമികത വിട്ടുതിരിഞ്ഞുകൊണ്ട് ദൈവത്തിലേക്ക് കടന്നു വരുവാൻ ഇന്ന് പകൽക്കാലം ഈ പ്രഭാത ജാഗരണ ശുശ്രൂഷ ശ്രമിക്കുന്ന എല്ലാവരെയും ദൈവസ്നേഹത്തിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ ശുശ്രൂഷ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ഈ ശുശ്രൂഷ നിമിത്തം അനേകർ ഈ ശുശ്രൂഷ ശ്രമിക്കുന്നത് ഞങ്ങൾക്ക് കേൾക്കുവാൻ കഴിയുന്നുണ്ട്. പല പ്രിയപ്പെട്ടവരെ കാണുമ്പോൾ നിങ്ങളുടെ പ്രഭാത ജാഗരണ ശുശ്രൂഷയാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ നേട്ടമെന്നൊക്കെ പറയുന്നത് കേൾക്കുവാൻ കഴിയുന്നുണ്ട്. ആയതുകൊണ്ട് ഇന്നത്തെ പ്രഭാത ജാഗരണ ശുശ്രൂഷ കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. നിത്യനും മഹാപരിശുദ്ധനും സ്നേഹസമ്പൂർണനുമായ ദൈവമേ, ഈ പ്രഭാത ജാഗരണ ശുശ്രൂഷ കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും ഈ ശുശ്രൂഷ അനേകരുടെ വീണ്ടെടുപ്പിനും അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൂരത്തും ചാരത്തുമായി ഞങ്ങളെ ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ടവരുടെ ഹൃദയങ്ങളെ ബലപ്പെടുത്തുമാറാകണം. ഈ ശുശ്രൂഷ അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണം. ലോകത്താൽ ഭാരപ്പെടുന്നവർ, ദുഃഖത്തിലായിരിക്കുന്നവർ, നിരാശകളിലായിരിക്കുന്നവർ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിന്റെ വലിയേറിയ നാമത്തില് ഏറ്റവും താഴ്ന്നേടുകൾ അപേക്ഷിക്കുമ്പോൾ കരുണയുള്ള ദൈവമേ, കൃപയുടെ ആചരണകൾക്കുമാറാകണമേ. ആമേൻ. ഈ പ്രഭാത ജാഗരണ ശുശ്രൂഷ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടെ നിങ്ങൾക്കൊരു അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതം നേരുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ.